അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ഖത്മ തീർക്കുന്ന ഈ മഹത്തായ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ മുതിർന്ന ആളുകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പ്രയോജനമാകുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. ക്ലാസ് പാരായണം മാത്രമല്ല, ഓതേണ്ട രൂപങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ചെറിയൊരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആൽ-ഇംറാൻ സൂറത്തിൻ്റെ 35 ആയത്തുകൾ വരെയാണ് പാരായണം ചെയ്തത്. 36-ാമത്തെ ആയത്ത് 35 വരെ ഓതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. فلما وضعتها قالت رب إني فلما وضعتها قالت رب إني وضعتها قالت പ്രത്യേകം ശ്രദ്ധിക്കുക. ഫലമ്മ ശബ്ദമുള്ള മീമാണ് മണിക്കണം. ഫലമ്മ വദഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വദഅത്തുഹാ ഉൻസാ വല്ലാഹു അഅലം. റബ്ബി അവിടെ ചിലപ്പോൾ അറിയാതെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഖാലത്ത് റബ്ബി എന്ന് പറഞ്ഞ് അറിയാതെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ യാ ഇല്ല, യാ ഉണ്ടെങ്കിലേ നീട്ടുകയുള്ളൂ. ഖാലത്ത് റബ്ബി ഇന്നി വദഅ്തുഹാ ഉൻസാ وضعتها أنثى والله أعلم بما وضعت. അവിടെ വദഅ്തുഹാ ഉൻസാ അവിടെ മദ്ദുണ്ട്, മദ് മുൻഫസിലാണ്. ഇതിന് പുറമെ ഉൻസാ ഇഖ്ഫാ ചെയ്യണം. والله أعلم بما وضعت والله أعلم بما وضعت والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك. ശബ്ദമുള്ള നൂന്, ശബ്ദമുള്ള മീമ് ഇതൊക്കെ എന്ത് ചെയ്യണം? എവിടെ കണ്ടാലും മണിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പറയാം. وإني سميتها مريم وإني أعيذها بك. മണിക്കൽ വരണം. അതിൻ്റെ പുറമെ നീട്ടുകയും ചെയ്യണം. وإني أعيذها بك وذريتها
وذريتها من الشيطان الرجيم وذريتها من الشيطان الرجيم. ഒന്നുകൂടെ ഓതി നോക്കി. നമ്മുടെ കൂടെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, എല്ലാവരും ഓതി നോക്കണം ഇൻഷാ അല്ലാഹ്. ഏറ്റവും ചുരുങ്ങിയത് 1-2 പ്രാവശ്യമെങ്കിലും ഖത്മ് തീർക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് എന്ന് തീർന്നാലും വേണ്ടില്ല ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മുടെ ക്ലാസ് ഒന്നുകൂടി കഴിഞ്ഞ ക്ലാസ്സിനേക്കാൾ ഒന്നുകൂടി കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കണം. കാരണം ഏകദേശം നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് 5 വരെയുള്ള ക്ലാസ്സുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേൾക്കുക. ഖത്മ് തീർക്കണം എന്ന ഉദ്ദേശമുള്ള ആളുകൾ, നമ്മുടെ കൂടെ ഖത്മ് തീർക്കണം എന്ന ഉദ്ദേശമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും കേൾക്കുക, എല്ലാ ക്ലാസ്സും കേൾക്കുക. ക്ലാസ് ഏതെങ്കിലും വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഓരോന്നിൻ്റെ ലിങ്ക് താഴെ നമ്പറിൽ വിട്ടു തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها. സുക്കൂനുള്ള നൂനിൻ്റെ നിയമം ഓർമ്മയിൽ വരണം. നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം ബ വന്നാൽ, ഇവിടെ കണ്ടില്ലേ അൻബതഹ എന്നാണുള്ളത്. നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള ഒന്നുമില്ലാത്ത നൂന് അഥവാ സുക്കൂനാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബ വന്നു. ബ വന്നാൽ എന്ത് ചെയ്യണം, നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ആ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം എന്നതിൻ്റെ ചിഹ്നമാണ് ആ മീം തൊട്ട് മുകളിൽ ചെറിയൊരു മീമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. അല്ല, ഇവിടെ എന്താണ്, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇഖ്ലാബ് എന്ന് പറയും. അവിടെ മീമായി കഴിഞ്ഞു. ഇനി മീമായി കഴിഞ്ഞാൽ മീമിൻ്റെ നിയമം നോക്കേണ്ടത്. മീമിൻ്റെ സുക്കൂനുള്ള മീമിനും സുക്കൂനുള്ള നൂനിനും മറ്റൊരു നിയമമാണ്. ഇപ്പം മീമായി കഴിഞ്ഞ സ്ഥിതിക്ക് മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യണം, അതവിടെ വരണം. وأن എന്നല്ല وأنبتها نباتا حسنا فتقبلها ربها بقبول حسن. അവിടെ ഇദ്ഹാർ ചെയ്യണം. ബിഖബൂലിൻ തൻവീനാണ് വന്നിട്ടുള്ളത്. തൻവീനിന് ശേഷം ഹ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. ബിഖബൂലിൻ ഹസൻ. അപ്പോൾ നൂനിൻ്റെ നിയമം, നൂനിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. നൂനിൻ്റെ ശേഷം ലാമോ റ വന്നാൽ ഇദ്ഗാം ബിലാഉന്ന, നേരെ കൂട്ടി യോജിപ്പിക്കുക. നൂന് ഒഴിവാക്കിയിട്ട് അടുത്ത അക്ഷരത്തിലേക്ക്, അടുത്ത ലാമിലേക്ക്, അടുത്ത റായിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. മണിക്കൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ സുക്കൂണിലെ നൂനിൻ്റെയും തൻവീൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യായ് എന്നീ അക്ഷരമാണ് വന്ന്. നൂന് വാവ് മീമ് യായ് ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നതിന് കൂടെ മണിക്കുകയും ചെയ്യാം. ഇദ്ഗാമും ബിലാഉന്നാറ മണിക്കണ്ട, ഇത് മണിക്കണം, അതേ വ്യത്യാസം. അതുപോലെ തന്നെ തൻവീൻ്റെ ശേഷമോ സുക്കൂണിലെ നൂനിൻ്റെ ശേഷമോ ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ, നമ്മൾ ചാർട്ടിലേക്ക് നോക്കുക, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. നൂനിനെ അതുപോലെ വ്യക്തമാക്കി പറയാം. ഇവിടെ ഉദാഹരണം കണ്ടില്ലേ, ബിഖബൂലിൻ ഹസൻ. ഇതിന്റെ കാരണം ലിൻ എന്ന് പറയാൻ കാരണം ഹ വന്നു, ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസ ഹ വന്നു അല്ലേ. അപ്പോ ഇത് വ്യക്തമാക്കണം. ഇതല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാന്റെ അക്ഷരങ്ങളൊക്കെ ആ ചാർട്ടിലുണ്ട്. ബാക്കി ഏതക്ഷരം അത് കാണാതെ പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കും വേണ്ട. ഈ മനസ്സിലാക്കാറിനാൽ ഈ അക്ഷരങ്ങൾ പഠിച്ച ഒരാൾക്ക് പിന്നെ ബാക്കി ഏത് കണ്ടാലും ഇഖ്ഫാ ചെയ്യണം എന്ന് മനസ്സിലാവും. ബിഖബൂലിൻ ഹസനിൻ വ കണ്ട
തെൻവീന് ശേഷം വാവ് നൗമി, നൂന് വാവ് മീമിയാ. എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ചാർട്ടിലേക്ക് നോക്കുക. എന്ത് ചെയ്യണം? അറിയാത്തവരെന്ത് ചെയ്യുക? ചാർട്ടിലേക്ക് നോക്കുക. എന്ത് ചെയ്യും? ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഹസനിവ എന്നല്ല, ഹസനിവ അംബതഹ നബാതൻ ഹസന. നബാതൻ തെൻവീൻ ഒന്നു, തെൻവീന് ശേഷം ഹ വന്നു, ഇദ്ഹാർ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഹസനൗ വകഫലഹ, حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا. തെൻവീനാണ്. തെൻവീനുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? തെൻവീനോടുകൂടെ റിസ്ഖ എന്ന് പറഞ്ഞ് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. റിസ്ഖ, അവിടെ അലിഫ് ഉണ്ടല്ലോ. റിസ്ഖ. അപ്പോ വഖഫ് ചെയ്യേണ്ട കോലം അവസാനം ഏത് പദത്തിനോ അവസാനം എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം. സുക്കൂൻ കൊടുക്കേണ്ടാത്ത പദങ്ങളാണ് തൻവീൻ ഫത്ത്ഹ് നീട്ടാനുള്ള സ്ഥലം. നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക. തൻവീൻ ഫത്ത്ഹ് ആണെങ്കിൽ ഫത്ത് കൊടുക്കുകയാണ് നീട്ടുക. റിസ്ഖ എന്ന് പറയാം. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അതിന് ശേഷം കണ്ടില്ല ഖാല എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ ഖാൽ, അവിടെ ലാമിന് സുക്കൂൻ കൊടുക്കണം. നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നിർത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ ഒരല്പം നീട്ടുക. ആ അല്പം നീട്ടുക. എന്തേ? അവസാനത്തെ അക്ഷരം സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഒന്ന് നീട്ടുക. ആ നീട്ടുന്നതിന്റെ പേരാണ് മധ്യ ആരിദ് എന്ന് പറയും. അപ്പൊ അത് ഏകദേശം ക്ലിയർ ആയല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് ഫാസ്റ്റാക്കി പറഞ്ഞെന്ന് വെച്ചാൽ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ പിന്നെ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? പിന്നെ അപ്പൊ അതൊരു പ്രയാസം ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യാ? മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കുക. وجد عندها رزقا قال يا مريم أنى لك هذا. അവിടെ നീട്ടാൻ കണ്ടില്ലേ? നീട്ടാനുള്ളതാണ്. അപ്പൊ ഹാദ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ഖാലത് ഹുവ, ഖാലത് ഹുവ. അവിടെ ഹു എന്നുള്ള ഹുവ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വാവിന് സുക്കൂൻ കൊടുക്കണം. വാവിന് സുക്കൂനായ പിന്നെ അത് നീട്ടാനുള്ള വാവായിട്ട് മാറി അല്ലേ? നീട്ടാനുള്ള അക്ഷരങ്ങൾ നിർത്തുന്ന സമയത്ത്, നീട്ടാനുള്ള അക്ഷരങ്ങൾ നിർത്തുന്ന സമയത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഹുവ എന്നുള്ളത് സുക്കൂൻ ചെയ്യുമ്പോൾ ഹുവ് എന്നല്ല, ഹു. ഖാലത് ഹു അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മിൻ എന്ന് പറഞ്ഞ് വ്യക്തമായി. ഇൻ എന്ന് പറയാതെ അവിടെ മറിച്ച് മണിക്കാണ്. കാരണം എന്താ? ദാല് ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇവിടെ ഐന് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇവിടെ തൻവീൻ ഫത്ത് കസറാണ്. തൻവീൻ കസർ, തൻവീൻ ലൊമ്മ, ഇതൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. അതിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അലിഫാണ് ഉള്ളത് അല്ലേ? അപ്പൊ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ബിഗൈരി ഹിസാബ്. ഒന്ന് ഓതി നോക്കി. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم يا الألف قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. മുപ്പത്തിയെട്ടാമതായത് هنالك دعا زكريا ربه. അവിടെ നിർത്തിയപ്പോൾ ഹായിന് സുക്കൂൻ കൊടുത്തു. ربه هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة قال رب هب لي റബ്ബി നീട്ടണ്ട. ചില പദങ്ങൾ അങ്ങനെ ഉണ്ട്, നീട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കരുതിയിട്ട് ഇവിടെ നീട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നോക്കുക.
قال رب هب لي من لدنك നേരത്തെ പറഞ്ഞല്ലോ ലാം റാ വന്നാൽ നേരെ ലാമിനെ നൂനിൽ ഒഴിവാക്കിയിട്ട് ലാമിലേക്ക് കൊടുക്കുക. മില്ല നൂനെ അവിടെ ഇല്ല, ഒഴിവാക്കിയിട്ട് ലാമിലേക്ക് കൊടുക്കുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നൂനിനെ ലാമിലേക്ക് കൊടുക്കുക. അപ്പൊ ലാമ് കട്ടികൂടും, നൂൻ ഒഴിവാകും ചെയ്യും. മില്ലതും അവിടെ ദുൻ എന്നതിന് ശേഷം ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ശേഷമുള്ളത് കാഫാണ്, ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അവിടെ മറച്ച് മണിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നില്ല, ഒഴിവാക്കുകയും ചെയ്യുന്നില്ല. രണ്ടിന്റെ ഇടയിലായിട്ട് മില്ലദുൻക എന്ന് വ്യക്തമാക്കാതെ മില്ലദുക എന്ന് ഒഴിവാക്കിയും പറയാതെ മില്ലദുൻക ദുർരിയതൻ ത്വയ്യിബ അവിടെ നിർത്തുന്നില്ല എങ്കിൽ ത്വയ്യിബതൻ വ്യക്തമാക്കണം. ശേഷമുള്ളത് ഹംസയാണ്. ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. നോക്കി هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء فنادته الملائكة وهو قائم يصلي في المحراب. നിർത്തിയപ്പോൾ ബായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അലിഫാണ്. അല്പം നീട്ടുക, പുതിയൊരു മദ് ഉണ്ടാവുക. നിർത്തുന്ന സമയത്ത് പുതിയൊരു മദ് ഉണ്ടാവും, അതിന്റെ പേരാണ് മദ് ആരിദ് എന്ന്. നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മിഹ്റാബ് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. വഖഫ് ചെയ്യാതെ നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ളതാണെങ്കിൽ നീട്ടുകയും ചെയ്യണം. നീട്ടുകാരൻ ഒന്നുകൂടി നീട്ടുക. മിഹ്റാബ് എന്ന നീട്ടൽ അവിടെ ഉണ്ട്, ഏതായാലും ഉണ്ട്. അതിന് പുറമെ നിർത്തുന്ന സമയത്ത് അവിടെ നിർത്തുന്നില്ല എങ്കിൽ മിഹ്റാബി അന്നല്ലാഹ് എന്നാ പറയാം. അപ്പോ ഫിൽ മിഹ്റാബി അന്നല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ബായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതാണ്. നിർത്തുന്ന സമയത്ത് ബായിന് സുക്കൂൻ കൊടുക്കണം, തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതാണ്. അപ്പോ നിർത്തുന്ന സമയത്ത് ഒരല്പം കൂടി നീട്ടുക, അതിന്റെ പേരാണ് മദ് ആരിദ്. أن الله يبشرك بيحيى مصدقا بكلمة أن الله يبشرك بيحيى مصدقا بكلمة أن شد الله نون عنه أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا ونبيا من الصالحين. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا. തൻവീൻ ഫത്തിഹാണ്. നിർത്തുമ്പോൾ മുസദ്ദിഖ, നിർത്തുന്നില്ല എങ്കിൽ മുസദ്ദിഖം. തൻവീന് ശേഷം ബ വന്നാൽ ആ തൻവീനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? മീമായി കൊടുക്കണം. മുസദ്ദിഖം ബികലിമത്തിൻ മിനല്ലാഹി وسيدا وحسورا ونبيا من الصالحين. നാൽപ്പതാമത്തെ ആയത്ത് قال رب أنى يكون لي غلام قال رب أنى يكون لي غلام وقد بلغني الكبر
قال رب أنى يكون لي غلام. നിർത്തി. മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള ഒരു അലിഫുണ്ട് അല്ലെ, ഉച്ചാരണത്തിന്റെ അലിഫ് വരുന്ന ആ ചെറിയൊരു അലിഫുണ്ടല്ലോ, ആ അലിഫ് ഉണ്ടായത് കൊണ്ട് ഗുലാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر. وقد بلغني الكبر وامرأتي عاقر. وقد بلغني الكبر. وقد بلغني الكبر وامرأتي عاقر. وقد بلغني ശ്രദ്ധിക്കണം, بلغني الكبر. بلغني الكبر وامرأتي അവിടെ അരിഫ് കാണുമ്പോൾ അമ്രാത്തി എന്ന് ഓതാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക. ആ അരിഫ് വസ്രീൻ ഹംസയാണ്. ചേർത്തി വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വാവ് നേരെ വാവ് അതോടൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആ അരിഫ് ആ ഹംസ ഉച്ചരിക്കുകയില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഓത്തിൽ കൊണ്ടുവരണ്ട. നിർത്തിയപ്പോൾ ശ്രദ്ധിച്ചല്ലോ, റായിന് സുക്കൂനാണ് മുമ്പ് കസറാണ് വന്നിട്ടുള്ളത്. റായിന് സുക്കൂന് മുമ്പ് കസറാണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ തർഖീഖ് വരും അല്ലേ. അപ്പൊ റായിന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ എന്ത് ചെയ്യണം, തർഖീഖ് ചെയ്യണം. വംറഅതി ആഖിർ നിർത്തുന്നില്ല എങ്കിൽ വംറഅതി ആഖിറുൻ ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാഅ. قال كذلك الله يفعل ما يشاء. അവിടെ നിർത്തിയപ്പോൾ മദ്ദാണ് അല്ലേ. ആ മദ് എന്താണ്, മദ് മുത്തസിലാണ്. യശ നീട്ടാനുള്ള അരിഫ് വന്നതിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. അതൊരു വാക്കാണ് അല്ലെ, ഒരു വേർഡാണത്. യശ ഒറ്റ വാക്കായതുകൊണ്ട് മദ് മുത്തസിലാണ്. അല്പം നീട്ട, കൂടുതലായിട്ട് നീട്ട. ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാഅ. ഹംസക്ക് സുക്കൂൻ കൊടുത്തു അല്ലേ, കാരണം ആയത്തിന്റെ അവസാനം കൂടിയാണല്ലോ. നിർത്താണെങ്കിൽ സുക്കൂൻ കൊടുക്കണം. قال رب أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر. قال كذلك الله يفعل ما يشاء. قال رب اجعل لي آية. قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا. قال رب اجعل لي ശ്രദ്ധിക്കുക. قال رب اجعل لي آية. قال رب اجعل لي آية. ആദ്യത്തെ ലാമ് ഉച്ചരിക്കൂല, പറയൂല. രണ്ടാമത്തെ ലാമ് കട്ടി കൊടുത്തിട്ട് പറയാം. رب اجعل لي آية. قال رب اجعل لي آية. قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا. ألا تكلم الناس ثلاثة أيام إلا رمزا. قال رب اجعل لي آية. قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا. أيام തൻവീന് അല്ലേ, ഹംസയാണ് ശേഷം വന്ന് ഇദ്ഹാർ ചെയ്യണം. നിർത്തിയപ്പോ ഇല്ല റംസ, തൻവീൻ ഫത്ഹാണ്. വദ്കുർ റബ്ബക
ആദ്യത്തെ റാ രണ്ടാമത്തെ റായിലേക്ക് ഇദ്ഗാം ചെയ്തു. ഇങ്ങനെയുള്ള സ്ഥലം നോക്കിയാൽ മതി. രണ്ടാമത്തെ അക്ഷരമാണ് ഉച്ചരിക്കുക, ഒന്നാമത്തെ അക്ഷരം ഉച്ചരിക്കൂല. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കണ്ടാൽ ഒന്ന് സുക്കൂനില്ല, ഒന്ന് അക്ഷരം ഫത്ഹ് കസ്റൊന്നും ഇല്ലാത്തത്, പിന്നെ ഷദ്ദുൽ അക്ഷരം വന്നാൽ രണ്ടാമത്തെ അക്ഷരം മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ മേലെ കണ്ടല്ലോ, റബ്ബി ജഅൽനി, ആദ്യത്തെ ലാമ് പറയില്ല, രണ്ടാമത്തെ ലാമിന് കട്ടി കൊടുത്ത് പറയാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ചില തിരിയാത്ത ആളുകൾ ചിലപ്പോൾ അത് വദ്കുർ റബ്ബക എന്ന് പറയും. വദ്കുർ റബ്ബക നമ്മളാരും പറയുന്നല്ല പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓതുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇന്നിപ്പോ ഒരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു. അപ്പൊ അവിടെ യാസീൻ ഓതുന്ന സമയത്ത് നമ്മൾ ഇന്നലെ വാട്സപ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിലുള്ളത് യാസീനാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവിടെ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അവിടെ പല ആളുകളും ഞാനൊന്ന് ശ്രദ്ധിക്കാനാലും നമുക്ക് ആളുകൾ എങ്ങനെയൊക്കെ ഓതുന്നതെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു, അല്ലാതെ തെറ്റുകൾ നോക്കല്ല. അപ്പം അങ്ങനെ ഉണ്ട്, നമ്മൾ ക്ലാസ് കേട്ട് വിചാരിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ചില ആളുകൾ വളരെ അപൂർവം ചില ആളുകളെങ്കിലും ക്ലാസ് കേൾക്കുന്നത് സ്വന്തമായിട്ട് ഓതാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ തെറ്റ് ഓതുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. നല്ല ഉദ്ദേശത്തോടു കൂടെ എന്ത് ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ക്ലാസ് കേൾക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലില്ല എങ്കിലും അങ്ങനെ ഉണ്ട്. നമ്മൾ ക്ലാസ് കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അത് പ്രത്യേകം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഓതിപ്പോണ സമയത്ത് ഇത്തബിഉ മൻ ലാ യസ്അലുകും എന്നിങ്ങനെ പറഞ്ഞ് ഓതുമ്പോൾ പെട്ടെന്ന് ഒരാൾ അത്തബിഉ എന്ന് ഓതുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെറിയ നിലക്ക് ഞാൻ ഉണർത്തുകയും ചെയ്തു. അപ്പൊ അതുപോലെ നമ്മളെന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അതിനു വേണ്ടിയാണ് ഇപ്പൊ ഒന്നുകൂടി വീണ്ടും പറയാണ്, വദ്കുർ റബ്ബക واذكر ربك كثيرا وسبح بالعشي والإبكار. واذكر ربك كثيرا وسبح بالعشي والإبكار. كثيرا وسبح بالعشي والإبكار. قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك إن الله اصطفاك إن الله اصطفاك إن الله اصطفاك. ഫായിൻ്റെ ശേഷം ഒരു ബാവല്ല താവല്ലാത്തൊരു ചിഹ്നം കണ്ടില്ലേ, അത് അലിഫാണ്. അതങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഖുർആനിലുള്ള എഴുത്തിൽ അങ്ങനെയാണ് വരിക. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ. എങ്ങനെ ഇന്ന അല്ലാഹ ഇസ്തഫാകി ഫ എന്ന് നീട്ടാൻ ഉപയോഗിക്കും. ഇന്ന അല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ.
ഒന്നുകൂടി وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك. നിർത്തിയപ്പോൾ കാഫിന് സുഖം കൊടുത്തു, അതുകൊണ്ടാണ് അങ്ങനെ നിർത്തുന്നത്. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. നിസാഇൽ ആലമീൻ. يا مريم قنتي. അതിൻ്റെ ഇടയിൽ വസലിൻ ഹംസ ഉണ്ട്, അത് ഉച്ചരിക്കുകയില്ല. വസലിൻ ഹംസ ഉച്ചരിക്കുകയില്ല. മുഖ്നുതി മറിയമു ഖുനുതി യാ മറിയമു ഖുനുതി. അങ്ങനെ കൂട്ടി വായിക്കാം. യാ മറിയമു ഖുനുതി ലിറബ്ബികി. ലിറബ്ബികി അവിടെ നീട്ടണ്ട. ഉഖ്നുതി എന്ന സ്ഥലത്ത് നീട്ടിയതിപ്പോ ലിറബ്ബികി എന്ന് നീട്ടാൻ സാധ്യത ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. വസ്ജുദി അവിടെ എന്തുണ്ട്? നീട്ടാനുണ്ട്. വർക്കഈ മഅറാകിഈൻ. അപ്പൊ അവിടെ നീട്ടാനുണ്ടായത് കൊണ്ട് ലിറബ്ബികി എന്ന് അറിയാതെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി. ഇവിടെ ഖുനുതി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല. കൺഫ്യൂഷൻ വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ കൂട്ടി വായിച്ചാൽ മതി. എന്നാൽ പിന്നെ വസലിൻ്റെ ഈ ഒരു അലിഫുണ്ടല്ലോ ഹംസക്ക് പിന്നെ ആ എന്നാണോ പറയാ, ഈ എന്നാണോ പറയാ, ഊ എന്നാണോ പറയാ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം അതൊന്നും ചോദിച്ചിരുന്നു. അപ്പം അത് യാ മറിയം ഇപ്പം നമ്മൾ നിർത്തി. ഇനി അതിന് ശേഷമുള്ളത് വായിക്കുമ്പോൾ ഊന്ന വായിക്കാം, ആ ന്ന വായിക്കാം, ഈ ന്ന വായിക്കാം. അത് നേരത്തെ പറഞ്ഞത് അത്തബിഉ എന്ന് പറഞ്ഞല്ലോ യാസീനല്ലേ. അത്തബിഉ എന്ന് പറയുന്നത് ഇത്തബിഉ. ആന്ന് ഒരു കാരണവശാലും വരില്ല. അലിഫും ലാമും വരുന്ന സ്ഥലത്ത് മാത്രമേ ആ എന്ന് വരികയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തുടക്കത്തിലാവുമ്പോഴേ വല്ലാതെ പ്രയാസം ഉണ്ടാവുള്ളൂ. തുടക്കത്തിലാവുമ്പം അത് ആ ഫത്തും ഉണ്ടാവില്ല, കെസറും ഉണ്ടാവില്ല, ലൊമ്മും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ എന്നാണോ ഈ എന്നാണോ ഊ എന്നാണോ വായിക്കല്, അവിടെയാണ് എന്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അലിഫും ലാമും വരുന്ന തുടക്കത്തിൽ അലിഫും ലാമും ഉണ്ടെങ്കിൽ ആ എന്ന് വായിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ആ എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. അല്ലദീ എന്ന് വായിക്കാൻ കാരണം എന്താ, അവിടെ അലിഫും ലാമും ഉണ്ട്. അള്ളാഹു എന്നുള്ളടത്ത് വായിക്കാൻ കാരണം എന്താ, അള്ളാഹു എന്നുള്ളടത്ത് വസലിൻ ഹംസയാണല്ലോ ഉപയോഗിക്കല്ലേ അല്ലേ. അത് നോക്കിയാൽ മതി. ഈ വസലിൻ ഹംസ എന്ന് പറഞ്ഞാൽ ഈ അലിഫിൻ്റെ മുകളിൽ ചെറിയൊരു സ്വാദുണ്ടല്ലോ, ലൊമ്മല്ല, സ്വാദാണ്, സുക്കൂനും അല്ല. ഒരു സ്വാദിന് ചെറിയ ഒരു മുറിച്ചിട്ട് വെച്ചതാണ്. അപ്പം അത് ആ എന്ന് വായിക്കണമെങ്കിൽ അലിഫും ലാമും വരുന്ന സ്ഥലത്ത് മാത്രമേ ആ എന്ന് വായിക്കുകയുള്ളൂ. ഇനി ഊന്ന് എപ്പോഴാണ് വായിക്കുക? സാധാരണഗതിയിൽ മൂന്നാമത്തെ അക്ഷരം. ഇപ്പോൾ മൂന്നാമത്തെ അക്ഷരം ഏതാ? നൂനാണ് അല്ലേ. ഇതിൽ മൂന്നാമത്തെ അക്ഷരം നൂനാണ്. അലിഫ്, ഹംസ, ഖാഫ്, നൂന്. ഈ മൂന്നാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഹംസക്കും ലൊമ്മ് കൊടുക്കുക. ഉഖ്നുതി കണ്ടില്ലേ. ഇനി മൂന്നാമത്തെ അക്ഷരത്തിന് ലൊമ്മല്ലെങ്കിൽ പിന്നെ ഏതാ ഫത്ത് ഗസർ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഫത്ത് ആയാലും ഗസർ ആയാലും ആ ഹംസക്ക് അലിഫിന് ഈ എന്നാണ് ഗസറാണ് കൊടുക്കേണ്ടത്. ഫത്ത് ആയാലും ഗസർ ആയാലും ഈ എന്നാണ് കൊടുക്കേണ്ടത്. ലൊമ്മാണെങ്കിൽ ലൊമ്മ് കൊടുക്കും, അലിഫ് ലാമു ആണെങ്കിൽ ഫത്ത് കൊടുക്കും. അതല്ല എങ്കിൽ ഫത്തും ഗസറും പിന്നെ ഗസറും പിന്നെ ഫത്തും ഗസറും ആണെങ്കിൽ ഈ എന്നാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ കണ്ടില്ലേ വസ്ജുദി, വസ്ജുദി. വാ ഇല്ലെങ്കിൽ ഇങ്ങനെ വായിക്കാം. വസ് എന്ന് കൂട്ടി വായിച്ചിട്ടില്ല ഇങ്ങനെ വായിക്കാം. ഈ ന വായിക്കാം, ഊ ന വായിക്കാം, ആ ന വായിക്കാം. ആ നേതാരും വായിക്കൂല, അലിഫും ലാമും ഇല്ല. പിന്നെ മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ജീമാണ്. ജീമിന് ലൊമ്മാണ്. ലൊമ്മാവുമ്പം എന്താവും കൊടുക്കേണ്ടത്? ലൊമ്മ തന്നെ കൊടുക്കേണ്ടത്. ഉസ്ജുദി അല്ലേ. ഇനി ഇവിടെ നോക്കി വർക്കഈ എന്നുള്ളിടത്ത് എന്താണ്?
ലൊമ്മല്ല, ഫത്ത് കസർ ആണെങ്കിൽ കസറാണ് കൊടുക്കേണ്ടത്. വ ഇല്ലെങ്കിൽ ഇർകഈ മഅറാകിഈൻ. അവിടെ മാ ഇല്ലെങ്കിൽ എന്നല്ല, അവിടെ നമ്മൾ നിർത്തി. വർകഈ മഅ എന്ന് പറഞ്ഞ് നിർത്തി. അവിടെ നിർത്തേണ്ട ആവശ്യമില്ല, നേരെ ഫുള്ളാക്കിയാൽ മതി. ഞാൻ അഥവാ നിർത്താൻ ഞാൻ ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്ത് നമ്മൾ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് സംഗതി ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ ഇങ്ങനെ അത് അലിഫു ലാമാണുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ആ എന്നാ വായിക്കേണ്ടത്. അർറാകിഈൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി ഓതുമ്പോൾ അല്ലാഹു എന്നാണല്ലോ ഓതല്. നമുക്കിങ്ങനെ ഓതി ശീലം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് അവിടെയുണ്ടല്ലോ വസലിൻ്റെ അംശയാണല്ലോ. അത് നമുക്ക് ഓതി ശീലമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓതി പോവാണ് അല്ലേ. അതെന്തുകൊണ്ട് ആന്ന് വായിച്ച അലിഫു ലാമുണ്ട്. അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ അത് പിന്നെ ഈ ഒരു വിഷയം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് ഓതിയ ആയത്ത് യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. ഒന്ന് ഓതി നോക്കി ഫസ്റ്റ് മുതൽ. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا ونبيا من الصالحين قال رب أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر قال كذلك الله يفعل ما يشاء قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين
يا مريم اقنتي لربك واسجدي واركعي مع الراكعين. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം യോദ്യത് നമ്മിലൊന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും എല്ലാ വീഡിയോക്ക് താഴെയായിട്ടും മിക്ക വീഡിയോക്ക് താഴെയായിട്ടും ഒരു സഹോദരി കടങ്ങൾ വിടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകൻ്റെ ജോലി ഒക്കെ ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരി നുഫൈസ എന്നാണ് പേര് ഓർമ്മ. ഏതായാലും അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, അവരുടെ എല്ലാവിധ കടങ്ങളും നീ പൂർത്തീകരിച്ച് കൊടുക്കണം റഹ്മാനെ. അവർക്ക് വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ജോലികളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മക്കളുടെ ഒക്കെ ആ ജോലികളിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അവരുടെയൊക്കെ എല്ലാവിധ ആരോഗ്യത്തിലും മറ്റുള്ള എല്ലാ കർമ്മങ്ങളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ, വിദേശത്തുള്ള ആളുകൾ, മുതിർന്ന ആളുകൾ, ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ആളുകൾ വിദേശത്തുള്ളവരുണ്ട്. ഒരുപാട് ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കച്ചവടങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, അതുപോലെ തന്നെ ജോലികളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, മറ്റുള്ള എല്ലാ കർമ്മങ്ങളിലും ഒക്കെ റാഹത്തുണ്ടാകാൻ വേണ്ടി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി നീ റാഹത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മഈശത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബ്, ഒരുപാട് ആളുകൾ, സഹോദരിമാർ, സഹോദരന്മാർ ദുആ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. ശാരീരികമായിട്ട് രോഗമുള്ളവർ, പ്രയാസം കിട്ടും. അതുപോലെ തന്നെ ഉരവേദന ഉള്ളവർ, അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, ഈ വിശുദ്ധ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, പറയുകയാണ്. റഹ്മാനെ റബ്ബെ, നീ എല്ലാം നീ സലാമത്ത് നൽകണം റഹ്മാനെ. പരിപൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. ആജിലായ ശിഫ നൽകണം റഹ്മാനെ. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളൊക്കെ ദീനിന്റെ ഖാദിമീങ്ങളിൽ, ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. യഥാർത്ഥ ഖാദിമീങ്ങളിൽ, ഖാദിമാത്യങ്ങളിൽ നീ പെടുത്തണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, സഹോദരിമാരുണ്ട്, അവരിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. മക്കളൊക്കെ തെർബിയത്ത് ചെയ്യുന്നവരാണ്. വേണ്ടതുപോലെ തെർബിയത്ത് ചെയ്യാനുള്ള ആഫിയത്തും ദീർഘായുസും മനക്കരുത്തും ഹിമ്മത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. പരിപൂർണ്ണ ഇഖ്ലാസ് നൽകണം റഹ്മാനെ. ഈമാനിക ആവേശം നീ എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളൊക്കെ ആഖിബത്തിനെ നന്നാക്കി തരണം റഹ്മാനെ. വിശുദ്ധ ഖുർആൻ ഒക്കെ പാരായണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാകാൻ വേണ്ടി, നാളെ പരലോക വിജയത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ ഓതേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ചെറിയ ഒരു അംശമെങ്കിലും ഈമാനുണ്ട്. ആ ഒരു ഈമാന്റെ ഒരു അംശം ഉണ്ടായത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ ഓതണം എന്ന താല്പര്യത്തോടുകൂടെ നമ്മളൊക്കെ കേൾക്കുന്നത്. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ തൗഫീഖ് അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഈമാൻ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. നീ നിലനിർത്തുകയും മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഒരുപാട് ആളുകൾ അവസരം കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താതെ നിൽക്കുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ ഞങ്ങൾ മാറി നിന്നുകൊണ്ട് റഹ്മാനെ റബ്ബെ, ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഞങ്ങൾ ക്ലാസ് കേൾക്കുകയും ക്ലാസ് എടുക്കുകയും കേൾക്കുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയൊക്കെ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ധാരാളമായിട്ട് ഒക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ റഹ്മാനെ. കാമിലായ ഈമാൻ നൽകണ റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണ റഹ്മാനെ. സൂഉൽ ഖാത്തിമയിൽ നീ പെടുത്തല്ല റഹ്മാനെ. ദഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله محمد رسول الله ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. പരസ്പരം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ ആളുകൾക്ക് വേണ്ടി എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ഉണർത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, പരമാവധി ആളുകൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ തന്നെ പറയുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഒരുപാട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. റഹ്മാനെ റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. നല്ല ഉദ്ദേശത്തോടു കൂടെ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ അർഹമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. കാരണം ഒരുപാട് ആളുകൾ ഇതിലേക്ക് കയറുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ കാരണമായിട്ട് പുതിയ ആരെങ്കിലൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നുള്ള ആ ഒരു മോഹം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനൊക്കെ പ്രതിഫലം ആരൊക്കെ ഓതുന്നുണ്ടോ അത് വെറുതെ നമുക്ക് കിട്ടുകയാണ്. അതൊന്നും നമ്മൾ കളയാതെ ആളുകൾ എന്ത് ചെയ്യുക, പിന്നെ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ മതി. ആവശ്യമുള്ളൊരു കാര്യം മതി. നിർബന്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു നല്ല ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആരും അയച്ചു കൊടുക്കണ്ട. എന്ത് ചെയ്യുക, ക്ലാസ് അയച്ചു കൊടുക്കുക. ക്ലാസ് കേട്ടിട്ട് അവർ ക്ലാസ് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള, പഠിക്കണമെന്ന് താല്പര്യമുള്ള, നമ്മുടെ ക്ലാസ് കേൾക്കണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്തോളും. ആരും നിർബന്ധിപ്പിക്കണ്ട, അയച്ചു കൊടുക്കുക. താല്പര്യമുള്ളവർ കേട്ടിട്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടോളും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്യുക, ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.